എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യം. യോഹന്നാൻ 15:15. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ കാവ്യമായി ഈ വാക്യത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മളൊക്കെ മനസ്സിൽ കരുതുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില അവകാശങ്ങളൊക്കെ നമുക്ക് പതിച്ചു കിട്ടിയിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ചിന്ത ഒരുപാട് പിരിമുറുക്കമാണ് നമ്മുടെ ജീവിതത്തിന് നൽകുന്നത്. അർഹതയില്ലാത്തവയുടെ മേലുള്ള ആരുടെയൊക്കെയോ കടന്നുകയറ്റങ്ങളാണ് ഈ ഭൂമിയിൽ ഇന്നോളം കേട്ടിട്ടുള്ള വിലാപങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ ഒരു പ്രധാന കാരണം. നമ്മൾ കർത്താവിനോട് അടുക്കും തോറും നിശ്ചയമായും ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന രൂപാന്തരമുണ്ട്. സ്നാപക യോഹന്നാൻ പറയുന്നു, ഞാനോ കുറയണം, അവനോ വളരണം. അപ്പൊ ഈ കുറയൽ പ്രക്രിയ നമുക്കുണ്ടാകുന്നത് കർത്താവിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ്. നമ്മൾ മറ്റാർക്കെങ്കിലും മുകളിലാണ് എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന ഇടത്താണ് ഇങ്ങനെയുള്ള അവകാശബോധങ്ങളുടെ വിത്തുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് മീതെയാണെന്ന് കരുതുന്നത്? ചിലപ്പോൾ ജന്മത്തിൻ്റെ പേരിലാണ്. വാസ്തവത്തിൽ മേന്മ അവകാശപ്പെടാൻ ഒരടിസ്ഥാനവുമില്ലാത്ത കാരണം അതാണ്. തൻ്റേതായ ഒരു ഇടപെടലുമില്ലാതെ ഒരു പ്രത്യേക കുടുംബത്തിലോ കാലത്തിലോ ഒരാൾ പിറന്നു എന്നത് അത്ര വലിയ കാര്യമായി കണക്കാക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടും എത്രമാത്രം അടിച്ചമർത്തലുകൾക്കും ചൂഷണത്തിനും ആണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ശ്രമം നടത്തുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഇനി എൻ്റെ സ്നേഹിതന്മാർ എന്ന് പറയും. ഒരു യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധത്തിന് പരിമിതികളേറെയാണ്. യജമാനൻ ചെയ്യുന്നതെല്ലാം ദാസൻ അറിയുന്നില്ല, എല്ലാം പങ്കുവയ്ക്കപ്പെടുന്നില്ല, പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചില അകലങ്ങൾ ഇനി നമുക്കുള്ളിൽ വേണ്ട, അങ്ങനെ ഉണ്ടാവരുത് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ലോകചരിത്രത്തിലെ ഏക ഗുരുവായിരിക്കാം ഇങ്ങനെ ഒരു കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഈ ഒരുതരം അധികാര സങ്കല്പങ്ങളെയെല്ലാം കർത്താവ് കീഴ്മേൽ മറിച്ചു. ദൈവത്തെ പിതാവായി പരിചയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യബന്ധങ്ങളെയൊക്കെ ഒന്ന് വീണ്ടും നിർവചിക്കാൻ കർത്താവ് ശ്രമിക്കുന്നു. നിങ്ങൾ ഗുരുവെന്ന് വിളിക്കപ്പെടരുത്, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. നേതൃത്വം ശുശ്രൂഷിക്കപ്പെടാനുള്ളതല്ല, ശുശ്രൂഷിക്കാനുള്ളതാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന് വിഭജിക്കപ്പെടാനുള്ളതല്ല മനുഷ്യബന്ധങ്ങൾ. പിന്നെയോ കൂടെ പിറന്നവരെ പോലെ കഴിയാനുള്ളതാണ്. തൻ്റെ ശിഷ്യരോടുള്ള ബന്ധത്തെ കുറെ കൂടെ ഉയർന്ന തലത്തിൽ കർത്താവ് എത്തിക്കുന്നു. അവൻ അവർക്ക് സ്നേഹിതനാകുന്നു. സൗഹൃദത്തിൽ ആരും ആർക്കും താഴെയും മീതയും ഒന്നും ആകാൻ പാടില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങൾ, നമ്മുടെ പ്രായം, ഇതൊക്കെ മറ്റുള്ളവരുടെ മേൽ ചില ഉയർന്ന സങ്കല്പങ്ങൾ വെച്ച് പുലർത്താനല്ല, സ്നേഹിതന്മാർ, സമന്മാർ എന്ന കാഴ്ചപ്പാടോടുകൂടി ജീവിക്കേണ്ടതിനാണ്. അതിന് നമുക്ക് ഇടയാകണം. അങ്ങനെ സാധിക്കണമെങ്കിൽ കർത്താവിനോടൊത്ത്
കുറെ കൂടെ ചേർന്ന് നിന്നാൽ തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു രൂപാന്തരമുണ്ടാകും. അത് ഈ ഭൂമി നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് അനിവാര്യമാണ്, ആവശ്യമാണ്. ദൈവം നമ്മളെ മാനിക്കും. അതിനായി നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം ചെയ്യുന്നു. പുതിയ ദിനത്തിൽ ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിതരെന്ന് കരുതുവാൻ, സമരെന്ന് കരുതുവാൻ സഹായിക്കണമേ. യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളോ സ്ഥാനങ്ങളോ ഞങ്ങൾ ഉയർന്നവരാണ് എന്ന ചിന്ത വെച്ച് പുലർത്തുവാൻ ഇടയാക്കരുത്. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും സമഭാവനയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹമായി ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോട്, നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.